ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് അപ്പോസിറ്റീവ് ആണ്. അതിന്റെ ഫ്രേസസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് നോക്കാം അപ്പോസിറ്റീവ്. അപ്പോസിറ്റീവ് എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ഓപ്പോസിറ്റ് ഈസ് എ ഫ്രേസ്, യൂഷ്വലി എ നൗൺ ഫ്രേസ് ദാറ്റ് റീനെയിം അനദർ ഫ്രേസ് ഓർ നൗൺ. അതായത് ഓപ്പോസിറ്റീവ് എന്ന് വെച്ചാൽ അതൊരു ഫ്രേസ് ആണ്. യൂഷ്വലി അത് എ നൗൺ ഫ്രേസിനെയും അത് റീനെയിം ചെയ്തിട്ട് അനദർ ഫ്രേസോ നൗണിനെ ആക്കും. അതാണ് അപ്പോസിറ്റീവ് എന്ന് പറയുന്നത്. നൗൺ ഫ്രേസസ്, ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്, അത് ഗ്രൂപ്പ് ഓഫ് വാക്കുകളാണ്. ടേക്കിംഗ് ദി ജോബ് ഓഫ് നൗൺ ഇൻ എ സെന്റൻസ്, അതായത് നൗണിന്റെ ജോലി ഏറ്റെടുത്ത് സെന്റൻസിൽ ചെയ്യുന്നതാണ് നൗൺ ഫ്രേസസ് എന്ന് പറയുന്നത്. ആൻഡ് അപ്പോസിറ്റീവ് ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ ദി ബിഗിനിങ് ഓർ എൻഡ് ഓഫ് എ സെന്റൻസ്. അപ്പോസിറ്റ് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ആദ്യം അല്ലെങ്കിൽ അവസാനം, സെന്റൻസിൽ ആദ്യമോ സെന്റൻസിൽ അവസാനമോ ആയിട്ട് വരും. യൂസ് കോമസ് വെൻ ഇൻസേർട്ടിങ് അപ്പോസിറ്റീവ്. ഇൻസേർട്ടീവ് കോമാസ് ഒക്കെ യൂസ് ചെയ്യണം. ഇപ്പൊ നമ്മൾ പറയാണ് ആലപ്പുഴ കോമ ഇട്ടിട്ട് ദ വെന്നീസ് ഓഫ് ദ ഈസ്റ്റ്. വെന്നീസ് ഈസ്റ്റിലായിട്ട് വരുന്നത് ഈസ് നോൺ ആസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഹൗസ് ബോട്ട്. ബെസ്റ്റ് ഹൗസ്, നല്ലൊരു ഹൗസ് ബോട്ട് ആണ്. ഡെസ്റ്റിനേഷൻ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ സ്ഥിതി ചെയ്തിരിക്കുന്നത് ആലപ്പുഴയിലാണ് നല്ലൊരു ഹൗസ് ബോട്ട് ഇന്ത്യയിൽ സ്ഥിതി ചെയ്തിരിക്കുന്നത്. അപ്പൊ ആലപ്പുഴ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് കോമ ഇട്ടിട്ടുണ്ട്. പിന്നെ രണ്ടാമത് മോഹൻലാൽ, വൺ ഓഫ് ദ versatile actor in Malayalam, has got many accolades. and മോഹൻലാൽ വന്നിട്ട് കോമ വരുന്നുണ്ട്. എന്നിട്ട് വൺ ഓഫ് ദി വെസ്റ്റേൽ, അതായത് ഇന്ത്യയിലെ നല്ലൊരു ആക്ടറാണ്. ഗോട്ട് മെനി അക്കോളേസ് അവാർഡ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ അടുത്തത് യോഗ, വൺ ഓഫ് ദ കോംപ്ലിമെന്ററി ഹെൽത്ത് അപ്രോച്ചസ്. യോഗയിൽ ഇവിടെ കോമ വരുന്നുണ്ട്, അപ്രോച്ചസ് വേണ്ടി കോമ വരുന്നുണ്ട്. പിന്നെ ഹെൽപ്പ് ടു പ്രൊമോട്ട് എ ബാലൻസ് ഡെവലപ്മെന്റ്, അതായത് നമ്മുടെ ബാലൻസ് ഒക്കെ തെറ്റിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ ഫിസിക്കൽ അവിടെയും കോമ വരുന്നുണ്ട്. മെന്റൽ ആൻഡ് സ്പിരിച്വൽ വെൽബീയിങ്, മെന്റലും സ്പിരിച്വലും വെൽബീയിങ്ങും ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നോയിസ് പൊല്യൂഷൻ, നോയിസ് കോമ ഇട്ടിട്ട് വൺ ഓഫ് ദ വെസേർട്ടിങ് ഇഷ്യൂ, അതൊരു ഇഷ്യൂ ആണ് നോയിസ് പൊല്യൂഷൻ. ക്യാൻ ബി ഡെക്ലറേറ്ററിയസ് ടു ഹ്യൂമൻ, ആരോഗ്യത്തിന് ഹാനികരമാണ് നോയിസ് പൊല്യൂഷൻ. പിന്നെ വന്നിട്ട് ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ, അതായത് ATM അവിടെ കോമ വരുന്നുണ്ട്. വൺ ഓഫ് ദി ഇലക്ട്രോണിക് അതായത് ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ ടെലികമ്മ്യൂണിക്കേഷൻ ആണ്, അവിടെ കോമ വരുന്നത്. എനേബിൾ കസ്റ്റമർ ടു പെർഫോം ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, അതായത് കസ്റ്റമർക്ക് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിൽ അവിടെ എത്ര കോമ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ്റെ അവിടെ ഒരു കോമയുണ്ട്. പിന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ടെലികമ്മ്യൂണിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് കോമ വരുന്നുണ്ട്. എനേബിൾ കസ്റ്റമർ ടു പെർഫോം ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഈസിലി, അവിടെ ഫുൾ സ്റ്റോപ്പ് എല്ലാം കഴിഞ്ഞ ലാസ്റ്റിലാണ് ഫുൾ സ്റ്റോപ്പ് വരുന്നത്. ഫ്ലിപ്കാർട്ട് കോമൺ ഈസ് വൺ ഓഫ് ദ ഓൺലൈൻ പോർട്ടൽ പ്രൊവൈഡ്സ് എ വൈഡ് ഓഫ് പ്രോഡക്ട്സ് ബേസ്ഡ് ഓൺ ദ കസ്റ്റമർ നീഡ്സിന് വേണ്ടിയിട്ട് ഓരോ പ്രോഡക്ട്സ് ഒക്കെ പ്ലേസ് ചെയ്യുന്നതാണ് ഫ്ലിപ്കാർട്ടിൻ്റെ അവിടെ കോമ ഇട്ടിട്ട്. പിന്നെ അത് ഓൺലൈൻ പോർട്ടലാണ്. നമ്മളൊരു സെന്റൻസ്, അതായത് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ സെന്റൻസ് എവിടെ അവസാനിക്കുന്നത്, അതായത് ഇടയ്ക്ക് അവസാനിക്കുവാണെങ്കിൽ നമ്മൾ കോമ ഇടും. നമുക്ക് ഫുൾ സ്റ്റോപ്പ് ആണ് വേണ്ടത്. ആ സെന്റൻസ് നമ്മൾ പറയുന്ന സെന്റൻസ് ഇനി കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ കോമ ഇടും. ആ സെന്റൻസ് അവിടെ തീർന്നു, ഇനി അടുത്ത വേറെ സെന്റൻസ് തുറക്കുന്നെങ്കിൽ ഫുൾ സ്റ്റോപ്പ് വരും. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെയാണ്. ഇനി അടുത്തത് മുംബൈ കോമ ഇട്ടിട്ട് ദ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ഈസ് ദി വേൾഡ് 4th മോസ്റ്റ് പോപ്പുലേറ്റഡ് മാജിക്കൽ, അതായത് മുംബൈ ആണ് കോമ ഇട്ടിട്ട് ഫിനാൻഷ്യൽ ഓഫ് ക്യാപിറ്റൽ ഇന്ത്യ, അവിടെയും കോമ വന്നിട്ട് ഈസ് ദി 4th മോസ്റ്റ് പൊല്യൂട്ടഡ് മെഗാറ്റലി, 4th പൊല്യൂട്ടഡ് മെക്കാറ്റിക്കൽ. അപ്പൊ ഇത് ഇത്രയാണ് അപ്പോസിറ്റീവിൽ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതോ ക്ലാരിഫിക്കേഷനോ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അത് ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ അതുപോലെ തന്നെ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ പറയുന്നതായിരിക്കും.
ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ് ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, സി യു.